പിന്നെ ഒന്ന് നൗഫലാണ്. നൗഫല് പിന്നെ ഇവിടെ മസ്കത്തിൽ ഉള്ള ആളാണ്. KMCC പ്രവർത്തകനാണ്. അത് മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് പിന്നെ ഉബൈദാണ്. അദ്ദേഹം സിനിമ അഭിനയ നടനൊക്കെയാണ്. പിന്നെ ഒന്ന് മുജീബാണ്, പുരാവസ്തു സൂക്ഷിപ്പുകാരനാണ്. പിന്നെ നമ്മളൊന്ന് നാജിറ അഷ്റഫാണ്. അവർ മുനിസിപ്പൽ ചെയർമാൻ കണ്ടമാനുണ്ട്. അത് പറയാം, അവരെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിൽ ആ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ സ്വാഗതം പറയുന്നതോടൊപ്പം ഈ സാള് അണിയിക്കുന്നത് ആരാണെന്നറിയോ? നമ്മളെ നിയാസാണ്. പിന്നെ നമ്മളെ 2 മക്കൾക്കും ആരിസമിനും പിന്നെ സൈൻസാദിനും ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് സാള് അണിയിക്കാണ്ട് പിന്നെ ഇവർക്ക് 2 സാള് അണിക്കണേ. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോടതി പോകാനുള്ള വക്കീലാണത്. ഇവിടെ ചിങ്ങാണ്ട് പറയാം കേട്ടോ. ഇവിടെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഉടനെ ചെന്നാണ്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനുള്ള അംഗീകാരം അവർ ഹൈക്കോടതി വിളിച്ചു കേട്ടോ. ഞാൻ ഇല്ലെങ്കിൽ ചെന്നോളൂ, പേടിക്കണം. അതിന് പറ്റിയ ആളും കേട്ടോ. പിന്നെ ലീഗിൻ്റെ പിന്നെ താനൂർ ബ്ലോക്ക് പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അങ്ങനെ പല വകുപ്പുകളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ശരിയാണ്. പക്ഷേ ഞാൻ ചീത്താണ്, അത് വേറെ കാര്യമാണ്. ഞാൻ ഇതിൻ്റെ ശേഷം വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനേ പിന്നെ നമ്മളെ ആസിമിൻ്റെ അധ്യാപകനെ ഞാൻ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് അവരാണ് കേട്ടോ. പിന്നെ ഇതിൽ മുഖ്യ അതിഥിയായിട്ട് പിന്നെ പ്രാസംഗികനായിട്ട് എത്തിയിട്ടുള്ള ആസാദാണ്, അവിടെ ഉണ്ട്. അദ്ദേഹം പ്രസംഗിക്കും. പിന്നെ ഒന്ന് നമ്മളെ ബസ്സിലാണ് കേട്ടോ, ബസ്സിലാണ്. പിന്നെ ആർക്കാണ് പ്രസംഗിക്കാൻ? പിന്നെ നമ്മുടെ വൈസ് ചെയർമാനാണ്, മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്. അവരെല്ലാം നിങ്ങളോട് നന്നായി വാക്ക് പറയും. സ്ഥാപനം സംബന്ധിച്ചിട്ടും ഇത് അവിടെ വളർത്തിയിട്ടത് വളരെ ത്യാഗങ്ങളിലൂടെയാണ്. 1 2 83 ഞാൻ സ്ഥാപിച്ചത്. 83 ഞാൻ സ്ഥാപിച്ചിട്ട് എത്രയോ കഷ്ടപ്പാടുകൾ. ഇനി എല്ലാം കേൾക്കാൻ ബാക്കി ഒന്നുമില്ല, എല്ലാം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഇരിക്കുന്ന ക്യാമറ വന്നന്ന് ഇവിടെ പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാനെ കാണുമെന്ന് ചോദിച്ച ഒരു കൗമിന്റെ അടിയിലാണ് ഞാനും നിയാസൊക്കെ താമസിക്കുന്നത്. അവർക്കുള്ളത് കേട്ടോ. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ കൂടുതൽ പറഞ്ഞില്ല, വീരജാത്തോട് പറയാണ്. അതിന് ബാക്കിയുള്ളത് നമ്മളെ കുറെയൊക്കെ നമ്മളെ മുജീബ് അഭിനന്ദിക്കുന്നത് ബാപ്പു, അതായത് ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ അന്ന് മുഹമ്മദ് കുട്ടി, നമ്മുടെ നാട്ടുകാരൻ, അയൽവാസിയാണ്, എന്റെ കൂട്ടുകാരുമാണ്. എല്ലാ സഹായങ്ങളും ഏത് സമയത്തും കിട്ടുന്നുണ്ട്. കൂടെ അവരിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ കൊണ്ടൊക്കെ ഈ സ്ഥാപനം നിലനിന്ന് എന്റെ മകളൊക്കെ ഞങ്ങൾ ചെറിയ പ്രശ്നത്തിൽ കുടുങ്ങിയ അവസരത്തില് ഞാൻ ഇപ്പോഴും കൂടിയിട്ടുള്ള കഷ്ടപ്പെട്ട ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞു എന്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞ ചെറുതാണ്, ഇത്രയേ ഉള്ളൂ, ആ മോളെ അങ്ങനെ നമ്മൾ മോളെ ഇതിനുള്ളിൽ എണ്ണ ഒഴിച്ചാൽ കത്തിക്കാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു തന്നെ കുപ്പായോട് കുത്തിക്കാണ്ട് ഈ ഉടുപ്പിൻ്റെ നിങ്ങൾ കുത്തിയിട്ട് എന്നോട് പറഞ്ഞു ഇപ്പം ഇത് കത്തിച്ചോളി, എന്നാൽ ഇത് കുത്തി കത്തിക്കണ്ടാവും. അപ്പോൾ ആ കുട്ടിയുടെ ഒരു മനസ്ഥിതി അതാണെന്നാൽ അപ്പോൾ ആ വലിയ സാധനം കിട്ടിയിട്ട് അവൾ വന്നിട്ട് അവളെ കൊണ്ട് എത്തിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഫുള്ള് അധികാരവും ഇതുള്ളത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചത് വരികയാണ് ഞാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ പ്രിൻസിപ്പാൾ ചെലുത്തുന്ന ഒരു അധ്യക്ഷൻ വഹിക്കാൻ ഒരു അധ്യക്ഷനായിട്ട് ആരാണ് അധ്യക്ഷൻ? അധ്യക്ഷൻ നിങ്ങളോ? എന്താ എന്നാ അതിൽ അധ്യക്ഷൻ വഹിക്കാനേ നമ്മളെല്ലാവരുടെ അനുഭവത്തോട് കൂടിയിട്ട് നമ്മളെ എനിക്ക് വേണ്ട, ഞാൻ കുടിക്കല്ലേ. ചൂടുണ്ട് കേട്ടോ ചായ.